വിഷ്വൽ ബേസിക്കിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പുതിയ രണ്ട് കൺട്രോളുകളെ പറ്റിയാണ് പഠിക്കുന്നത്. ഷേപ്പ് എന്ന് പറയുന്ന കൺട്രോളും മറ്റൊന്ന് ടൈമർ എന്ന് പറയുന്ന മറ്റൊരു കൺട്രോളിനെ പറ്റിയാണ് ഇന്ന് പഠിക്കുന്നത്. ഞാനിവിടെ ഒരു സാമ്പിൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഈ പ്രോഗ്രാമിൽ നമുക്ക് ഈ രണ്ട് കൺട്രോളുകളെയും പറ്റിയും പ്രതിപാദിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തിക്കുന്നത് നോക്കാം. പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് കാണിക്കുകയാണ്. ഇതൊരു ട്രാഫിക് ലൈറ്റ് ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ട്രാഫിക് ലൈറ്റിന്റെ ബോർഡേഴ്സും ഇതിന്റെ കളറും ഒക്കെ ഷേപ്പ് ഉപയോഗിച്ചാണ് വരച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിന്റെ കോഡുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഷേപ്പ് കൺട്രോൾ ഉപയോഗിച്ചിട്ട് ഫോമിൽ ഒരു ഷേപ്പ് വരച്ചു. അതിനുശേഷം ഷേപ്പിന്റെ പല പ്രോപ്പർട്ടീസ് ഇവിടെയുണ്ട്. ഇവിടെ നമുക്ക് ഫസ്റ്റിൽ അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നതിന്റെ പ്രോപ്പർട്ടി ഉണ്ട്. അവിടെ റെക്ടാംഗിൾ ആണ് കിടക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സ്ക്വയറിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ സർക്കിൾ ഷേപ്പിലേക്ക് മാറ്റാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഡ്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇത്രയും ഷേപ്പുകൾ നമുക്ക് വരച്ചെടുക്കാൻ സാധിക്കും. അതായത് റെക്ടാംഗിൾ, സ്ക്വയർ, ഓവൽ, സർക്കിൾ, റൗണ്ടഡ്, അതായത് കോർണർ റൗണ്ട് ഷേപ്പിലിരിക്കുന്ന റെക്ടാംഗിൾ, അതുപോലെ തന്നെ റൗണ്ടഡ് ഷേപ്പിലുള്ള സ്ക്വയർ. നമുക്ക് പല ഷേപ്പിൽ നമുക്ക് ഇതിനെ ഡ്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇതിന്റെ പല പ്രോപ്പർട്ടീസ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഒന്ന് ഇതിന്റെ സ്റ്റൈല്. ഇപ്പം നമുക്ക് ഒപ്പാക്ക് എന്ന് പറയുന്ന സ്റ്റൈൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാൻ പറ്റും. ഇപ്പം ബ്ലൂ കളർ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ അതിന്റെ കളർ പാലറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബോർഡർ സ്റ്റൈലുണ്ട്. ബോർഡറിന് നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ കൊടുക്കാൻ പറ്റും. ബോർഡർ കളർ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെയുണ്ട്. അവിടെ നമുക്ക് ഏതെങ്കിലും ഒരു കളർ കൊടുക്കാം. അതിന്റെ ബോർഡർ വിഡ്ത്ത് നമുക്ക് വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ 6 or 7 ബോർഡർ സ്റ്റൈൽ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും കട്ടിയുള്ള ബോർഡർ അവിടെ കിട്ടും. ഇങ്ങനെ പല പ്രോപ്പർട്ടീസ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് എങ്ങനെയാണ് ഞാൻ ഈ ബോക്സ് വരച്ച് ഇപ്പൊ ഒരു ആദ്യം റെക്ടാംഗിൾ വരച്ചു, ബോർഡർ സ്റ്റൈൽ കൊടുത്തു, അതിൽ 3 സർക്കിൾ ഷേപ്പുകൾ വരച്ചു, അതിന്റെ ബോർഡർ കളറുകൾ കൊടുത്തു. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്തത്. പിന്നെ ഒരു ലെഗ്, ഒരു ട്രാഫിക് പോസ്റ്റിന് ഒരു ലെഗ് കൊടുത്തു. ഇതിന് കൂടാതെ ഒരു ലേബലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ലേബലിൽ നമുക്ക് ലൈറ്റിന്റെ ഒരു മോഡ് കാണിക്കാൻ, എന്താണ് ലൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ലേബൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ ടൈമറും ഇവിടെ ഫോമിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ടൈമറിൽ ഞാൻ പ്രത്യേകം ചെയ്തേക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇന്റർവെൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ടൈമറിന്റെ ഇന്റർവെൽ, ടൈമർ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു ആക്ഷൻ പ്രത്യേക ഇന്റർവെല്ലിൽ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 500 എന്ന് കൊടുത്താൽ 500, ഇവിടെ ഇന്റർവെല്ലിന്റെ ടൈം കൊടുക്കുന്നത് മില്ലി സെക്കൻഡിലാണ്. അതായത് 1/2 സെക്കൻഡാണ് ഇവിടെ 500, 1000 മില്ലി സെക്കൻഡാണ് ഒരു സെക്കൻഡ് എന്ന് പറയുന്നത്. ഇവിടെ 500 എന്ന് കൊടുക്കുമ്പോൾ 1/2 സെക്കൻഡ് സമയം. അപ്പൊ ചെറിയൊരു ഇന്റർവെൽ ഞാനിവിടെ സെറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഇനി ഞാൻ എന്റെ കോഡ് എഴുതിയിട്ടുള്ളത് ടൈമറിന്റെ ഇവന്റിലാണ്. ടൈമറിൽ 2 വട്ടം ക്ലിക്ക് ചെയ്ത് അതിന്റെ ഇവന്റിലാണ് എഴുതിയിട്ടുള്ളത്. ആ കോഡൊന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇത് വളരെ ചെറുതായിട്ട് കാണുമ്പോൾ ഞാൻ വേർഡിലേക്ക് അതിനെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇവിടെ ടൈമറിന്റെ ഇന്റർവെല്ലിൽ എന്താണ് എഴുതിയിട്ടുള്ളത് എന്ന് നോക്കിക്കോളൂ. ഇവിടെ ടൈമറിന്റെ ഇവന്റിലാണ്. ഇവന്റിൽ അതിന്റെ ഇവിടെ ഞാൻ ആദ്യമേ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അത് സ്റ്റാറ്റിക് വേരിയബിൾ ആണ്. അതുകൊണ്ടാണ് സ്റ്റാറ്റിക് എക്സസ് ഇന്റിജർ. സ്റ്റാറ്റിക് വേരിയബിൾ കൊടുത്താൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. മനസ്സിലായത്? മാറി മാറി വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു സ്റ്റാറ്റിക് വേരിയബിൾ അവിടെ കൊടുക്കുന്നത്. ഇവിടെ സെലക്ട് കേസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഇഫ് എൽസ് എന്നുള്ള കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു. അതേപോലെ തന്നെ മറ്റൊരു കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് സെലക്ട് കേസ്. നമുക്ക് കേസ് എന്ന് പറഞ്ഞാൽ എത്ര കണ്ടീഷൻസ് വേണമെങ്കിലും കൊടുക്കാം. അവസാനം ഒരു എൻഡ് സെലക്ടറിന്റെ മാത്രമേ ഉള്ളൂ ആവശ്യം. മറ്റേ ഇഫ് എൽസ് ആൻഡ് ഇഫ് ആണെങ്കിൽ നമുക്ക് എൽസ് കൊടുക്കണം, അതിൽ ഓരോ ഇഫിന് എൻഡ് ഇഫ് കൊടുക്കണം. ഇവിടെ അങ്ങനെ ആവശ്യമില്ല. സെലക്ട് കേസിൽ തുടങ്ങി കേസ് എന്ന് പറഞ്ഞാണ് ഓരോ കണ്ടീഷൻസ് കൊടുക്കുന്നത്. കേസ് 1, കേസ് 2, കേസ് 3, അല്ലെങ്കിൽ എന്ത് കേസിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് അവിടെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ കേസ് എന്താണെന്നുള്ളത് ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നെയിമിലാണ് അതിന്റെ കേസ് ചെക്ക് ചെയ്യപ്പെടുന്നത്. അന്നേരം നമുക്ക് ആ എക്സിന്റെ വാല്യൂ ആണ് ഇവിടെ പറയുന്നത്. ആദ്യം എക്സിന്റെ വാല്യൂ 0, എക്സിന്റെ വാല്യൂ 1, എക്സിന്റെ വാല്യൂ 2 എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കൊരു ക്ലോസിംഗ് ഉണ്ട്, എൻഡ് സെലക്ട്. 2 വാക്കാണ്. അത് നമുക്ക് പ്രോഗ്രാമിന്റെ അവസാനമാണ്, അല്ലെങ്കിൽ ഈ സെലക്ട് കേസിന്റെ എൻഡിലാണ് അത് രേഖപ്പെടുത്തേണ്ടത്. ഇനി ഇവിടെ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു. സെലക്ട് കേസ് എക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് വേരിയബിളിന്റെ ബേസിലാണ് ഈ പ്രോഗ്രാം പ്രവർത്തിക്കുന്നത്. അതിന് ഞാൻ കേസ് 0, എക്സിന്റെ വാല്യൂ 0 ആണെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത്? 0 വരുവാണെങ്കിൽ ഷേപ്പ് 3 ഡോട്ട് ബാക്ക് കളർ. ഷേപ്പ് 3 ഡോട്ട് ബാക്ക് കളർ എന്ന് പറഞ്ഞാൽ ഷേപ്പ് 3 എന്ന് പറയുന്നത് ഈ കൺട്രോളാണ്, അല്ലെങ്കിൽ ഈ ഷേപ്പിനാണ് ഷേപ്പ് 3 എന്നുള്ള പേര് ഞാൻ നൽകിയിരിക്കുന്നത്.
ഡിഫോൾട്ട് ആയിട്ടുള്ള നെയിമാണ്, പുതിയ പേരൊന്നും ഞാൻ കൊടുത്തില്ല. ഷേപ്പ് 3 എന്നാണ് ഞാൻ കൊടുത്തത്. നമുക്ക് ഇഷ്ടമുള്ള പേര് വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ നെയിം എന്നുള്ളത് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ ഇവിടെ ഷേപ്പ് 3 തന്നെയാണ് കിടക്കുന്നത്, ഡിഫോൾട്ട് നെയിം തന്നെയാണ് കിടക്കുന്നത്. ഷേപ്പ് 3യുടെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുള്ള തന്നെയാണ് ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഷേപ്പ് 3 ഡോട്ട് ബാക്ക് കളർ ഈസിക്കൽ VB റെഡ്. റെഡ് എന്നുള്ള കളർ കാണാനായിട്ടുള്ള ഒരു VB കമാൻഡ് ആണ് VB റെഡ്. ഷേപ്പ് 3യുടെ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് ആയിരിക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് ഷേപ്പ് 4 ഡോട്ട് ബാക്ക് കളർ, നാലാമത്തെ ഷേപ്പിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആണ്, അഞ്ചാമത്തെ ബാക്ക്ഗ്രൗണ്ട് കളറും വൈറ്റ് ആണ്, അഞ്ചാമത്തെ ഷേപ്പിന്റെ. അന്നേരം ഈ ഷേപ്പിന്റെ പേരുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഞാൻ ആദ്യം വരച്ച ബോക്സിനാണ് ഷേപ്പ് 1 എന്നുള്ള പേര് വന്നിരിക്കുന്നത്. രണ്ടാമത് വരച്ച ഒരു ബോക്സ് ഉണ്ട്, അതിന് ഷേപ്പ് 2, ഇത് ഷേപ്പ് 3, ഇത് ഷേപ്പ് 4, ഷേപ്പ് 5. അന്നേരം 3, 4, 5 എന്നുള്ള പേരിലുള്ള ഷേപ്പുകൾക്കാണ് നമുക്ക് കളർ ചേഞ്ചസ് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഷേപ്പ് 4 ഡോട്ട് ബാക്ക് കളർ ഈസിക്കൽ വൈറ്റ്, ഷേപ്പ് 5 ഡോട്ട് ബാക്ക് കളർ ഈസിക്കൽ VB വൈറ്റ്. ഇവിടെ ഈ 3 ഷേപ്പുകളും ഓരോ കളറിലാണ്. ആദ്യത്തെ കേസിൽ ആദ്യത്തെ ഷേപ്പിന് മാത്രം റെഡ് കളർ, ബാക്കി രണ്ടും കളറില്ല, അല്ലെങ്കിൽ വൈറ്റ് കളർ ആയിരിക്കും കാണിക്കും. ലേബലിൽ അന്നേരം എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് കാണിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ടാണ്. വാഹനങ്ങളോട് സ്റ്റോപ്പ് ചെയ്യണം. ഇന്റർവെൽ ഞാൻ കുറച്ചുകൂടെ നേരത്തെ 500 ആണ് കൊടുത്തിരുന്നെങ്കിൽ ഇന്റർവെൽ കൂട്ടി 7000 ആക്കി. 7000 മീൻസ് 7 സെക്കൻഡ് എന്നാണ്. 1000 മില്ലി സെക്കൻഡ് ആണല്ലോ ഒരു സെക്കൻഡ് എന്ന് പറയുമ്പോൾ. 7000 മില്ലി സെക്കൻഡ് എന്ന് പറയുമ്പോൾ 7 സെക്കൻഡ് ആണ്. ഈ എക്സിന്റെ വാല്യൂ ഞാനൊന്ന് മാറ്റി. എക്സ് നേരത്തെ 0 ആയിരുന്നു. 0 ഉള്ള കേസിലാണ് എന്ത് സംഭവിക്കുന്നത്, എക്സിന്റെ വാല്യൂ 1 ആക്കി. ഇനി 1 ആകുമ്പോൾ, കേസ് 1 ആകുമ്പോഴുള്ള കണ്ടീഷൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഷേപ്പ് 3യുടെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആക്കി, അതായത് റെഡ് എന്നുള്ളത് വീണ്ടും വൈറ്റ് ആയി, രണ്ടാമത്തത് യെല്ലോ ആയി, മൂന്നാമത്തത് വീണ്ടും വൈറ്റ് ആയി. എന്നിട്ടും അതിന്റെ ക്യാപ്ഷൻ റെഡി എന്ന് കാണിക്കണം. ഇന്റർവെല്ല് കുറച്ചുകൂടെ ഞാൻ കുറച്ചു കൊടുത്തു 3. യെല്ലോ കത്തിട്ട് പെട്ടെന്ന് തന്നെ അടുത്തതിലേക്ക് മാറും, അതുകൊണ്ടാണ് അതിന്റെ ഇന്റർവെൽ ഒന്ന് കുറച്ചത്. പിന്നെ എക്സിന്റെ വാല്യൂ വീണ്ടും 2 ആക്കി. കേസ് 2 ആണെങ്കിൽ, എക്സിന്റെ വാല്യൂ 2 ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആദ്യത്തെ രണ്ടാമത്തെ വൈറ്റ് ആക്കി, മൂന്നാമത്തെ ഗ്രീൻ ആക്കി. വീണ്ടും ക്യാപ്ഷൻ ഗോ എന്നാക്കി, ഇന്റർവെല്ലിന്റെ ടൈം അല്പം കൂട്ടി. വീണ്ടും നമുക്ക് എക്സിന്റെ വാല്യൂ 0യിലേക്ക് കൊണ്ടുവരണം. കാര്യം ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വേണം. എക്സിന്റെ വാല്യൂ 0 ആണെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ വർക്ക് ചെയ്യും. എക്സിന്റെ വാല്യൂ 1 ആണെങ്കിൽ രണ്ടാമത്തെ കേസ് വർക്ക് ചെയ്യും. എക്സിന്റെ വാല്യൂ 2 ആണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ കേസിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ക്ലോസിങ്ങിന് വേണ്ടിയിട്ട് എൻഡ് സെലക്ട് എന്നുള്ള ഒരു കമാൻഡ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ റൺ എന്നുള്ള കമാൻഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ ഷേപ്പിന്റെ കളർ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് ആയി, ഇത് രണ്ടും വൈറ്റ് ആണ്. ഇനി രണ്ടാമത്തെ കേസ് 1 ആകുമ്പോൾ ഇത് രണ്ടും വൈറ്റ്, ഇത് യെല്ലോ ആണ്. കേസ് 3 ആണെന്നുണ്ടെങ്കിൽ, കേസ് 2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ രണ്ടും വൈറ്റ്, മൂന്നാമത്തെ ഗ്രീനും. വീണ്ടും 7 സെക്കൻഡ് കഴിയും, വീണ്ടും പഴയതുപോലെ 0 ആവും കേസ്. അന്നേരം വീണ്ടും ആദ്യം മുതൽ വീണ്ടും അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 2 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രോഗ്രാമിനകത്ത്. ഒന്ന്, അതിനകത്ത് ആ വേരിയബിൾ സ്റ്റാറ്റിക് ആയിട്ട് തന്നെ കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് പുതിയ വാല്യൂസ് അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കേസ്, ഇത് നിങ്ങൾ കൊടുക്കുമ്പോൾ ഇവിടെ ബാക്ക് സ്റ്റൈൽ എന്നുള്ളത് നമ്മൾ സാറിന് ട്രാൻസ്പെറന്റ് ആയിരിക്കും കിടക്കുന്നത്, ഒപ്പാക്ക് ആക്കി കൊടുക്കണം. ഒപ്പാക്ക് എന്നുള്ള ബാക്ക്ഗ്രൗണ്ട് കളർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ കളർ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇവിടെ വരത്തുള്ളൂ. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഒപ്പാക്ക് ആക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ടൈമിന്റെ ഇന്റർവെല്ല് ഒറ്റ പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ പ്രധാനമായിട്ടുള്ളത്, ടൈമിന്റെ ഇന്റർവെൽ എന്നുള്ള പ്രോപ്പർട്ടി. ഞാൻ ജസ്റ്റ് 500 നമുക്ക് ഇഷ്ടമുള്ളൊരു വാല്യൂ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. 0 എന്നല്ല കൊടുക്കണ്ട, മറ്റേതെങ്കിലും ഒരു വാല്യൂ. ഇതിങ്ങനെയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ. നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. ഈ കോഡുകൾ ജസ്റ്റ് നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ നേരത്തെ കാണിച്ചിരുന്നു, ആ കോഡ് മാത്രമേ ഉള്ളൂ. ടൈമറിന്റെ ഈവന്റിലാണ് ആ കോഡ് എഴുതേണ്ടത്. അങ്ങനെ എഴുതുന്ന സമയത്താണ് ഇതേപോലെ നിങ്ങൾക്ക് ലൈറ്റുകൾ മാറി മാറി പ്രകാശിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.